ഞാനിപ്പോൾ ഒരു ന്യൂസ് കേട്ടായിരുന്നു. നമ്മുടെ ഇറാൻ്റെ നേതാവ് അവന്മാരെല്ലാം കൂടെ ബോംബിട്ട് തകർത്ത് പുള്ളി മരിച്ചെന്നുള്ള കാര്യം. അപ്പോൾ ഞാനതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇറാനെ കുറിച്ച് ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കുന്നത്? പണ്ട് സദാം ഹുസൈൻ ഇറാനെ ആക്രമിച്ചപ്പോൾ ആരും ഇറാനെ സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും സദാം ഹുസൈനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. റഷ്യ എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം മാത്രമേ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെയുള്ള ഷിയ മുസ്ലിംസിനെ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വരെ കണ്ടുകൂടാത്ത ഒരു സമയം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു മുസ്ലിം സ്നേഹമൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് വന്നിരിക്കുന്നത്. ഇറാനെ കുറിച്ച് ഓർത്ത് എനിക്ക് എപ്പോഴും അഭിമാനമായി. കാരണം എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഇത്രയും കാലം പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ യാതൊരു തരത്തിലുള്ള ശക്തികളെ അടുപ്പിക്കാതിരിക്കുകയും അവരുടെ താല്പര്യങ്ങൾ ഇറാനിലോട്ട് നടപ്പാക്കാതിരിക്കാനും സ്വന്തം നിലയിൽ തന്നെ സ്വയം അധികാരം, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോടാ പുല്ലേ അമേരിക്ക എന്ന് പറഞ്ഞ് നിന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. അക്കാര്യത്തിൽ എനിക്ക് വളരെയധികം ആത്മാഭിമാനമുണ്ട്.